ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ മക്രോണിയാണ് കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഫസ്റ്റ് ഇതാ ഞാനിവിടെ ഒരു കപ്പ് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മക്രോണിയിലേക്ക് ആവശ്യമുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ജസ്റ്റ് കുറച്ച് മഞ്ഞൾ, ഇപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ആയിട്ട് വേണമെന്നാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ മക്രോണി ഒന്നും ഒട്ടി പിടിക്കാതെക്കാനാണ്. ശേഷം ഇത് ആ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മക്രോണി ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് വെന്ത് വരുന്ന വരെ നമുക്കിതൊന്ന് ഇങ്ങനെ തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് തിളച്ച് ഒരു ഹാഫ് വേവ് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്നും കൂടി തിളപ്പിച്ചതിൽ വെള്ളമൊക്കെ കുറച്ച് നമുക്ക് വറ്റി വരും കേട്ടോ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് നമുക്ക് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിൽ ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചതാണ്. അത് ആ ഓയിലിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മക്രോണി ഇതാ ഇവിടെ ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം ഇതിൽ വറ്റി വരാനുണ്ട്. നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ശേഷം നമ്മുടെ ചിക്കൻ ഇതാ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ലോണം ഒന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ മക്രോണി ഇതാ ഒരു ഊറ്റുകൊട്ടയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതേപോലെ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ചിലപ്പോൾ ഫുൾ വെള്ളം വറ്റിയിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ നമ്മുടെ മക്രോണിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ നല്ലോണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത് കേട്ടോ. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് വരുള്ളൂ. ശേഷം അതേ സെയിം ചീനച്ചട്ടിയിൽ തന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം ഒരു വലിയ സവാള എടുത്ത് ഞാൻ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി വരാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ മസാലയ്ക്ക് ആവശ്യമുള്ളത് മാത്രം ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ മക്രോണിയിലും ചിക്കൻ ഫ്രൈയിലും നമ്മൾ ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് പാകത്തിന് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് അതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് വഴറ്റി വന്നതിന് ശേഷം ഞാനിത് അവിടെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി നമുക്ക് സ്പൈസിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ അതാ കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണോളം ഗരം മസാല, അതായത് ബിരിയാണി മസാല ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ പോകുന്ന വരെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നന്നായിട്ടൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് നമ്മുടെ ചിക്കന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനും ആ മസാലയൊക്കെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നമ്മുടെ മക്രോണി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മക്രോണി എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇനി നമ്മുടെ സ്റ്റെപ്പൊക്കെ കഴിഞ്ഞ് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടിമേലെ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിതിൽ കഴിക്കുമ്പോൾ നമുക്കിതിൽ സോസ് ആഡ് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ സോസ് ഇഷ്ടമില്ലാത്തവർക്ക് മാറ്റി വെച്ചിട്ട് സോസ് ഇതിൽ ഫുള്ളും ആക്കിയിട്ട് നമുക്ക് വേണം മിക്സ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ആക്കിയിട്ട് നമുക്ക് സെറ്റാക്കി കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ മക്രോണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് റെസിപ്പികളുണ്ട്. എല്ലാവരും കയറി കാണാം, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.